ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് നമ്മുടെ കോഡായിരുന്നു PSC. അതായത് പി എന്തായിരുന്നു ഫിസിക്കൽ, എസ് സോഷ്യൽ, അതുപോലെ തന്നെ ഇമോഷണൽ, പിന്നെ എക്സാം എഴുതിയാൽ എവിടെ കയറാം, മെയിൻ ലിസ്റ്റിൽ കയറാം അല്ലേ. അതുപോലെ തന്നെ എം മോറലും, അതുപോലെ തന്നെ എൽ ലിംഗ്വിസ്റ്റിക്കും, സി കോഗ്നിറ്റീവും അല്ലേ, വൈജ്ഞാനികം, ശാരീരികം, സാമൂഹികം, വൈജ്ഞാനികം, വൈകാരികം, സാൻമാർഗികം, ഭാഷാപരം എന്നിങ്ങനെയുള്ള വികാസമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നിർത്തിയത്. ഓക്കെ, അതിലൊന്നാമത്തേതാണ് പി അല്ലേ. പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഫിസിക്കൽ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരചാലക വികാസം, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരം കാലനങ്ങിയും കൈ അനങ്ങിയും അതുപോലെ തന്നെ ശരീരമൊക്കെ അനങ്ങിയുള്ള വികാസത്തിന് പറയുന്ന പേരാണ് ശാരീരിക ചാലക വികാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പി ആയിട്ട് വരുന്നത്. അപ്പോൾ പി എന്താണ്, ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരിക ചാലക വികാസം എന്ന് പറയും. ഓക്കെ, എന്താണെന്ന് ആദ്യമേ നോക്കാം. നമുക്കറിയാം എന്താണ് ശാരീരിക ചാലക വികാസം. നമുക്കറിയാലോ, നമ്മുടെ നിൽക്കാൻ പറ്റുന്നത്, നടക്കാൻ പറ്റുന്നത്, ഓടാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നേരെ നിൽക്കാൻ പറ്റുന്നത്, ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റുന്നത്, ഏണിപ്പടികൾ കയറുന്നത്, സൈക്കിൾ ചവിട്ടുന്നത്, സ്പീഡിൽ ഓടുന്നത്, വള്ളി കൊണ്ട് ചാടുന്നത്, കത്രികയൊക്കെ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഒരു കൈ ഒരു വിരൽ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തതെല്ലാം എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ ശാരീരിക ചാലക വികാസം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ശരീരം അനങ്ങിയുള്ള പരിപാടികളെല്ലാം ഇതിനകത്ത് വരും, നമ്മുടെ ശാരീരിക ചാലക വികാസത്തിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ അവിടെ നോക്കിക്കേ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ശൈശവവും ബാല്യവും. പേര് പഠിച്ചോണം. എലിസബത്ത് ബി ഹർലോക്ക് ശാരീരിക ചാലക വികാസത്തെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, ശാരീരിക ചാലക വികാസം പഠനം നടത്തിയത് ആരാണ്, എലിസബത്ത് ബി ഹർലോക്ക് കേട്ടോ. ഓർത്തിരിക്കണം, എലിസബത്ത് ബി ഹർലോക്കാണ് ശാരീരിക ചാലക വികാസം എന്ന തിയറി അല്ലെങ്കിൽ എന്ന കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ചത്. സോ ഓർത്തിരിക്കണം, എലിസബത്ത് ബി ഹർലോക്കാണ് ശാരീരിക ചാലക വികാസത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയത്. ഇനിയും ശൈശവകാലത്ത് കുട്ടി ദ്രുതഗതിയിലുള്ള വികാസം സമഗ്രത മേഖലയിൽ ഉണ്ടാവുന്നു. ശിശുവികാസം നിരന്തരവും ശ്രേണീബന്ധിതവുമായ ഒരു തുടർ പ്രക്രിയയാണ്. എന്താണ്, നമുക്കറിയാം നമ്മുടെ ശൈശവകാലത്ത് നമ്മുടെ കുട്ടി നോക്കിയിരിക്കുമ്പോഴായിരിക്കും വളർന്നു കയറുന്നത് അല്ലേ. ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സിനകത്ത് തന്നെ കൊച്ച് ഒരുമാതിരി ഒരു വളർന്ന നടക്കാനും ഓടാനും ആദ്യം നമ്മുടെ കൊച്ച് കമന്ന് കിടക്കും, അതിനുശേഷം തല പൊക്കി നോക്കും, അതിനുശേഷം പിടിച്ച് എണ്ണയിക്കാൻ ശ്രമിക്കും, പതുക്കെ പതുക്കെ നടന്നു തുടങ്ങും, പിന്നെ അത് നേരെ നിൽക്കാൻ തുടങ്ങും, പിന്നെ പതുക്കെ 2 കാല് ഉപയോഗിച്ച് വേച്ച് നടക്കാൻ തുടങ്ങും. കുറച്ച് നാളുകൾക്ക് ശേഷം നടക്കം അല്ലെങ്കിൽ നടപ്പ് കൊച്ച് സ്ഥിരമാകും, അതിനുശേഷം കൊച്ച് ഓടാൻ തുടങ്ങും, പിന്നെ പടികൾ കയറാൻ ശ്രമിക്കും, പിന്നെ എല്ലായിടത്തും വലിഞ്ഞു കയറി വീഴ്ചയായി തല പൊട്ടിച്ച് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ, ആദ്യത്തെ ഒരു 2.5-3 വയസ്സ് വരെ. അപ്പോൾ അതാണ് പറയുന്നുണ്ടോ, ശൈശവകാലത്ത് കുട്ടി ദ്രുതഗതിയിലുള്ള വികാസം സമഗ്ര മേഖലയിലും എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ മേഖലയിലും ഉണ്ടാകുന്നുണ്ട്. ശിശുവികാസം നിരന്തരവും ശ്രേണീബന്ധിതവുമായ ഒരു തുടർ പ്രക്രിയയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം കൊച്ചു പിള്ളേരുടെ മുമ്പിൽ ഒരു സാധനം വീണാൽ ആ പിള്ളേർ എങ്ങനെയായിരിക്കും ആ സാധനം എടുക്കുന്നത്, എങ്ങനെയായിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിൽ പിള്ളേരുള്ളതല്ലേ. കൊച്ചു പിള്ളേരുടെ മുമ്പിലോട്ട് നിലത്തഴഞ്ഞ് നടക്കുന്ന ഒരു കൊച്ചിൻ്റെ മുന്നിലോട്ട് നമ്മളൊരു പേനയോ പെൻസിലോ നമ്മൾ ഇട്ട് കൊടുക്കുമെന്ന് വെച്ചോ, കൊച്ച് എങ്ങനെയായിരിക്കും ആ സാധനം എടുക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും ആ കൊച്ച് എടുക്കാൻ പോകുന്നത്? ഒരു കൊച്ച് നിലത്തോടി ഇങ്ങനെ കിടന്ന് നിലത്തോടി എഴയുന്ന ഒരു കൊച്ച്, അല്ലെങ്കിൽ നീന്തി പഠിക്കുന്നൊരു കൊച്ചിൻ്റെ മുൻപിലോട്ട് നമ്മളൊരു പേനയോ പെൻസിലോ റബ്ബറോ കട്ടറോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ കൊച്ചത് എടുക്കുമല്ലോ. ആ കാണുന്ന ആകാംക്ഷയിൽ കൊച്ചത് എടുക്കാൻ എന്നതാണെങ്കിലും ശ്രമിക്കും. കൊച്ച് എങ്ങനെയായിരിക്കും ആ ഒരു സാധനം എടുക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ എങ്ങനെയായിരിക്കുമെന്ന്? ചുമ്മാ ഒരു കൈ കൊണ്ട് പോയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുവാണോ ചെയ്യുന്നത്? ഒരു കൈ കൊണ്ട് പോയി എടുക്കുക, നമ്മുടെ കയ്യിലോട്ട് ഇന്നാടാ നിൻ്റെ പെൻസിൽ അല്ലെങ്കിൽ ഇന്നാടാ നിൻ്റെ പേന എന്ന് പറഞ്ഞ് എടുക്കുക, നമ്മുടെ കയ്യിലോട്ട് തരുവാണോ ചെയ്യുന്നത്? അല്ല. പകരം കൊച്ച് ആദ്യം ആ സാധനത്തെ പോയി നോക്കും, അതിനെ 2 കൈയും ഉപയോഗിച്ച് കൊച്ചിനെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കും. ശരിയല്ലേ പറഞ്ഞത്? അതിനുശേഷം
കൊച്ചതിനെ 2 കൈ ഉപയോഗിച്ചാണ് പൊക്കി നോക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ ഇത്? എല്ലാ അവയവങ്ങളും കൊച്ചു പ്രായത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു സാധനത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട്. നേരെ മറിച്ച് വളർന്ന കൊച്ച് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൊച്ചിന് വയസ്സിപ്പോൾ 10ആയി. 1.5 വയസ്സുള്ള കൊച്ചിന് വയസ്സിപ്പോൾ 10ആയി. 10 വയസ്സിനെ കൊച്ചിലുള്ള മുന്നിലോട്ട് ഒരു സാധനം, ഇതേ സെയിം സാധനം നമ്മൾ ഇട്ട് കൊടുത്താൽ എന്നായിരിക്കും അവസ്ഥ? കൊച്ച് ഓടിച്ചെല്ലും, ഒരു കൈ കൊണ്ട് എടുക്കും, ഇന്ന അമ്മയെ പേന, ഇന്ന അച്ഛാ പേന, ഇന്ന നിൻ്റെ പേന എന്ന് പറഞ്ഞ് തന്നിട്ട് പോകും അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? നിരന്തരമായിട്ടും ശ്രേണീകരണമായിട്ടും ഒരു തുടർപ്രവർത്തനത്തിലൂടെയാണ് കൊച്ച് വളരുന്നത്. അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ ശരീരം മൊത്തം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനത്തെ എങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പിള്ളേർക്ക് ശ്രമിച്ചു? ഒരു കാര്യം മാത്രമായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞതുണ്ടോ, ശിശുവികാസം എങ്ങനെയാണ്? നിരന്തരമാണ്, അതുപോലെ തന്നെ ശ്രേണീബന്ധിതവുമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നൊന്നിനോട് ബന്ധിപ്പിച്ചാണ് നടക്കുന്നത്. അടുത്തത്, ജനനം മുതൽ വിവിധ ശേഷികൾ ശ്രേണീബന്ധിതമായി പ്രായബന്ധിതമായി വികസിച്ച് വരുന്നത് നിരീക്ഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതാണ് പറഞ്ഞത്, ജനനം മുതൽ ഒരു കൊച്ചിൻ്റെ വളർച്ച നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഭാഷാ വികസനത്തിലുമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ചാലക വികാസത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ശിശുക്കളുടെ വികാസം സംഭവിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ മുഴുവൻ ശരീരവും ഉപയോഗിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ അവർക്ക് എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി? ചെറിയൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതാണ് ഈ താഴെ പറയുന്നത് ഉണ്ടോ, സ്ഥൂല പേശി ചലനത്തിൽ നിന്നാണ് സൂക്ഷ്മ പേശി ചലനത്തിലേക്കുള്ള കഴിവ് നേടിയതെന്ന വികാസ തത്വം നമുക്ക് ഓർത്തിരിക്കണം. സ്ഥൂല പേശി ചലനം എന്ന് പറഞ്ഞാൽ ഗ്രോസ് മോട്ടർ ഡെവലപ്മെൻറ്റ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ശരീരം മൊത്തം ഉപയോഗിക്കുക. സ്ഥൂലം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം മുഴുവൻ, മൊത്തം, സമഗ്രമായി, മുഴുവനായി ഉൾക്കൊള്ളുന്ന എന്നൊക്കെ അർത്ഥം. അപ്പോൾ സ്ഥൂലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മുഴുവനായി നമ്മുടെ ബോഡി ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊച്ച് എങ്ങോട്ട് വരും? സൂക്ഷ്മ പേശിയിലേക്ക് വരും. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ കൊച്ച് ആദ്യം ആ പെൻസിൽ അല്ലെങ്കിൽ ആ റബ്ബർ കാണുമ്പോൾ 2 കൈ ഉപയോഗിക്കുന്നു, നെഞ്ചിനോട് അടുപ്പിക്കുന്നു. അവിടെ നിന്ന് കൊച്ച് പതുക്കെ അത് ഉയർത്തി നോക്കുന്നു. അപ്പം നോക്കി, കാലുപയോഗിച്ചു, കൈ ഉപയോഗിച്ചു, ശരീരം മധ്യഭാഗം ഉപയോഗിച്ചു, തല ഉപയോഗിച്ചു, എല്ലാ വസ്തുക്കളും കൊച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ഥൂല പേശി ചലനം എന്ന് പറയുന്നത്. അവിടുന്ന് എങ്ങോട്ടാണ് വരുന്നത്? സൂക്ഷ്മ പേശി ചലനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൈയിലേക്ക് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, ആ സെയിം കൊച്ച് 5ാം ക്ലാസ്സിലാണെങ്കിൽ കൊച്ചിന് വയസ്സ് 10 വയസ്സാകുമ്പം കൊച്ചിന് മുൻപോട്ട് സാധനം ഇട്ടാൽ കൊച്ച് നേരെ ഓടിച്ചെല്ലും, 2 വിരൽ ഉപയോഗിച്ച് ആ സാധനം എടുത്ത് നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബോഡി മൊത്തത്തിൽ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എങ്ങോട്ടേക്ക് വന്നു? സൂക്ഷ്മമായിട്ടുള്ള പേശീചലനത്തിലേക്ക് വന്നു. അതായത് ചെറിയൊരു 2 വിരൽ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പിള്ളേർ എന്തായി? കേപ്പബിളായി, അല്ലെങ്കിൽ എബിലിറ്റി പിള്ളേർ കൈവരിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥൂല പേശി ചലനം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ മുഴുവനായുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ അല്ലെങ്കിൽ ശരീരം മൊത്തം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനത്തെ എങ്ങോട്ട് കൊണ്ടുവന്നു? സൂക്ഷ്മമായിട്ടുള്ള പേശി ചലനത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം ചെറിയ കൈകളിലേക്ക്, വിരലുകളിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് സ്ഥൂല പേശി ചലനത്തിൽ നിന്നും സൂക്ഷ്മ പേശി ചലനത്തിലേക്ക് വരികയാണെന്ന് പറയുന്നത്. ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. പലപ്പോഴും ചോദിച്ചിട്ടുള്ള, തിരിച്ചാണ് എപ്പോഴും ചോദിക്കുന്നത്, കുട്ടികളുടെ വികാസം സാധ്യമാകുന്നത് എപ്പോഴും സൂക്ഷ്മ പേശിയിൽ നിന്നും സ്ഥൂല പേശിയിലേക്കാണെന്ന്. ശരിയാണോ ആ പോയിന്റ് പറഞ്ഞാൽ? ഒരുപാട് ആവർത്തി ചോദിച്ചൊരു ചോദ്യമാണ്. ശിശുക്കളുടെ വികാസം അല്ലെങ്കിൽ ശിശുക്കളുടെ ശാരീരിക ചാലക വികാസം സാധ്യമാകുന്നത് എപ്പോഴും സൂക്ഷ്മ പേശി ചലനത്തിൽ നിന്നും സ്ഥൂല പേശി ചലനത്തിലേക്കാണെന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. ഇപ്പോഴേ പഠിച്ചു വെച്ചോ, എപ്പോഴും നടക്കുന്നത് എങ്ങനെയാണ്? മുഴുവനായിട്ട് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനത്തെ എങ്ങോട്ട് കൊണ്ടുവന്നു? ചെറിയ ഒരു കാര്യത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾ കൊണ്ടുവരുന്നത്. ആദ്യമേ ഓർത്തിരിക്കണം. മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കൊച്ചു പിള്ളേർക്ക്, നമ്മുടെ ഒരു 2.5 വയസ്സുള്ള അല്ലെങ്കിൽ 3 വയസ്സുള്ളൊരു കൊച്ചിന് നമ്മളൊരു ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കുക. ആ കൊച്ചിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഒന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ 3 വയസ്സുള്ളൊരു കൊച്ച് അല്ലെങ്കിൽ 2.5 വയസ്സുള്ളൊരു കൊച്ച്, ആ കൊച്ചിൻ്റെ കയ്യിലോട്ട് ഒരു ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഒരു കിറ്റ്കാറ്റോ ഒരു മഞ്ചോ നമ്മൾ കൊണ്ട് കൊടുക്കുവാന്ന് വിചാരിക്കാം. ആ കൊച്ചിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ആദ്യം കൈകൊട്ടി നമ്മുടെ അടുത്തോട്ട് വരും, നമ്മുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കും, തലയൊക്കെ നാട്ടും, താങ്ക് യു ഒക്കെ പറയും, അങ്ങനെ 2 കാലം ഉപയോഗിച്ചൊന്ന് തുള്ളും, എന്നിട്ടായിരിക്കും അവൻ ഓടിപ്പോകുന്നത് അല്ലെങ്കിൽ ആ കൊച്ചു ഓടിപ്പോകുന്നത്. ശരിയല്ലേ? കൊച്ചു പിള്ളേർക്ക് കൊടുത്താലുള്ള അവസ്ഥ ഇതാ.
പക്ഷേ നമ്മുടെ പ്രായം നമ്മുടെയിലോട്ടൊരു മുട്ടായി വന്നാലോ, വാങ്ങിക്കും, ചിരിക്കും, താങ്ക് യു പറയും. എന്നാ സംഭവിച്ചത്? ശരീരം മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൊച്ച് എങ്ങോട്ടേക്ക് വന്നു? സ്ഥൂലം പേശികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എങ്ങോട്ടേക്ക് വന്നു? സൂക്ഷ്മമായിട്ടുള്ള പേശികൾ ഉപയോഗിച്ച് ചെയ്യുവാണ്ട് ചെറിയൊരു പുഞ്ചിരി, ചെറിയൊരു താങ്ക് യു പറച്ചിൽ, ചെറിയൊരു കൈനീട്ടം, അതുകൊണ്ട് തീർന്നു. അപ്പോൾ അത് ഓർത്തിരിക്കണം, എപ്പോഴും നമ്മുടെ വികാസം നടക്കുന്നത് എങ്ങനെയാണ്? സ്ഥൂല പേശത്തിൽ നിന്നും സൂക്ഷ്മ പേശിയിലേക്കാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഈ പറഞ്ഞ 2 എക്സാമ്പിളും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണെന്നും ഓർത്തിരിക്കണം, നോക്കി വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് താഴെയുള്ളത് വായിക്കുന്നില്ല, ടെക്സ്റ്റ് ബുക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഇന്ന് ഇട്ട് തരാം. അപ്പോൾ ഓർത്തിരിക്കണം, 3 വയസ്സുകാരൻ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യും, അതുപോലെ തന്നെ 4 വയസ്സുകാരൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യും, അതാണ് ഈ 2 ഇതിനകത്ത് പറയുന്നത്. ഇതങ്ങനെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ താഴെ ഒരു ചാർട്ടുണ്ട് കണ്ടോ. ഈ 3 വയസ്സുകാരൻ ചെയ്യുന്ന കാര്യങ്ങൾ, 4 വയസ്സുകാരൻ ചെയ്യുന്ന കാര്യങ്ങൾ, 5 വയസ്സുകാരൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഈ കാര്യങ്ങളാണ് എപ്പോഴും നമ്മുടെ ഒരു കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ കാലഘട്ടത്തിൽ അവർ എന്താണ് ഈ സ്ഥൂല പേശിയിൽ നിന്നും സൂക്ഷ്മ പേശിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നാണ് ഒരു ഡയഗ്രമാണ് നമുക്കിവിടെ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്ന് വായിച്ചു നോക്കണം, ഒരു 2 തവണ വായിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, എന്നാൽ പോലും ഇതുപോലെ കുട്ടികളുടെ വികാസം എങ്ങനെയാണ് ശാരീരികമായിട്ട് ആകുന്നത്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് വളരുന്നത്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് വരുന്നത് എന്ന ഒരു ഐഡിയ കിട്ടാനായിട്ട് ഈ ഒരു പാരഗ്രാഫ് വായിക്കാൻ നല്ലതാണ്. സോ ഈ 24, 23, 24, 25 3 വയസ്സുകാരൻ എങ്ങനെയാണ്, 4 വയസ്സുകാരൻ എങ്ങനെയാണ്, 5 വയസ്സുകാരൻ എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ടേബിളുണ്ട്, ഈ ടേബിള് വളരെ ഷോർട്ടായിട്ട് കൊടുത്തതാണ്. നോക്കിയേ, ശിശുവികാസ ഘട്ടങ്ങൾ അല്ലെങ്കിൽ നാഴികക്കല്ലുകൾ. 3 വയസ്സുകാരൻ മുകളിലോട്ട്, ഇത് 3 മുകളിലോട്ടുള്ള വയസ്സുകാരൻ, സ്ഥൂലപേശി വികാസം എങ്ങനെയാണ്, ആ കൊച്ചിൻ്റെ സൂക്ഷ്മപേശി വികാസം എങ്ങനെയാണ്, ഭാഷാപരമായിട്ടുള്ള വികാസം എങ്ങനെയാണ്, വ്യക്തിപരം സാമൂഹികപരമായിട്ടുള്ള വികാസം എങ്ങനെയാണ്. ഇതിൽ നമ്മൾ ഈ സ്ഥൂലപേശിയും സൂക്ഷ്മപേശിയും മാത്രമേ പറയുന്നുള്ളൂ, കാരണം നമ്മൾ ഭാഷാപരവും വ്യക്തിപരവും സാമൂഹികപരവും വരുന്ന ക്ലാസ്സുകളിലുള്ളതാണ്. എല്ലാം കൂടി പഠിച്ചാൽ വട്ടാവും, അതുകൊണ്ട് അത് വേണ്ട. എന്ത് പഠിക്കണം? നമ്മൾ പഠിക്കുന്നത് പി മാത്രം, ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരിക ചാലക വികാസം മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 കോലം മാത്രമേ നമുക്കിന്ന് ആവശ്യമുള്ളൂ. നോക്കിയേ, 3 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്ഥൂലപേശി എന്ന് പറഞ്ഞാൽ മുഴുവനായുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പേശി വികാസം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നോക്കിയേ, പടികൾ കയറുകയും അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്യണം. അതുപോലെ തന്നെ മുച്ചക്ര വാഹനം ചവിട്ടുന്നു. നമ്മുടെ സൈക്കിളില്ലേ, 3 വീലുള്ള സൈക്കിൾ, ഫ്രണ്ടിലും പുറകിലും 2 വലിയ വീലും പുറകിലത്തെ വീലിൽ 2 അറ്റാച്ച് ചെയ്തുള്ള വീലുമായിട്ടുള്ള മുച്ചക്ര വാഹനം ചവിട്ടുന്നു. ഇനി നിമിഷ നേരത്തേക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്നു. അതായത് നമ്മൾ 1 തൊട്ട് 5 വരെയൊക്കെ എണ്ണുന്നവരെ കുട്ടികളോട് പറഞ്ഞാൽ അവർ ഒറ്റക്കാലിൽ നിൽക്കാൻ ശ്രമിക്കും. ഇനിയും ആ കൊച്ചിൻ്റെ സൂക്ഷ്മപേശിയാണെങ്കിലോ, അതായത് സിംഗിളായിട്ടൊരു കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നെടുകയും കുറുകയുമുള്ള വരകൾ, വട്ടം എന്നിവ വരയ്ക്കുന്നതിൽ താല്പര്യപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന പ്രായമായി അല്ലേ. അപ്പോൾ നമ്മൾ അറിയത്തില്ലേ, നെടുകയെ വരപ്പിക്കും, കുറുകയെ വരപ്പിക്കും, വട്ടം വരപ്പിക്കും. കാരണം നമുക്കറിയാം മലയാള ഭാഷയൊക്കെ എഴുതണമെങ്കിൽ അല്ലേ, നമ്മൾ റായ് എഴുതി, നായ് എഴുതി, തായ് എഴുതി, വായ് എഴുതി, ഇങ്ങനെ എഴുതി ആയൊക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ എത്ര മാത്രം ചുറ്റി കെട്ടണമെന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെ എഴുതണമെങ്കിൽ നെടുകയും കൈക്ക് ആ വഴക്കം കിട്ടണമെങ്കിൽ നെടുകയും കുറുകയും അതുപോലെ തന്നെ വട്ടം വരയ്ക്കാനുമൊക്കെ നമ്മുടെ കൊച്ച് താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ ക്രയോൺസ്, പെൻസിൽ എന്നിവ ഉപയോഗിക്കുന്നു. എന്താണ്, നമുക്ക് കൊച്ചുപിള്ളേർക്ക് കളർ അടിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം ക്രയോൺസും പെൻസിലും ഒക്കെ നമ്മുടെ എന്ത് ചെയ്യുന്നു, കുട്ടികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ക്രയോൺസും പെൻസിലും ഒക്കെ കൊച്ചുങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഇനിയും 10 ക്യൂബുകൾ വരെ അടുക്കുന്നു. അതായത് മുകളിലോട്ട് ക്യൂബുകൾ 10 വരെ സൂക്ഷ്മമായിട്ട് കുട്ടികളെ കൊണ്ട് അടുക്കുവാനായിട്ട് സാധിക്കും. ഇനി മുകളിലോട്ട് പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുട്ടികളുടെ കൈ വിറച്ച് എല്ലാം പടിഞ്ഞ് 10 എന്ന് പറഞ്ഞ് താഴെ വരും. അപ്പോൾ എന്താണ് ഉണ്ടോ, വിരലുകൾ മാത്രം ഉപയോഗിച്ച് കണ്ടോ, മുഴുവനായിട്ടുള്ളതിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് വരുമ്പോൾ വിരലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ കൊച്ചുങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും. അടുത്തത് 4 വയസ്സുകാരനാണെങ്കിൽ അവൻ്റെ സ്ഥൂലപേശി വികാസം എങ്ങനെയായിരിക്കും? ഒറ്റക്കാലിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ കത്രിക ഉപയോഗിച്ച് പേപ്പർ മുറിക്കുന്നു. അത് കൊച്ചിൻ്റെ മൊത്തത്തിലുള്ള വികാസത്തിനകത്ത് വരുന്നതാണ്. ഇനിയും സൂക്ഷ്മമാണെങ്കിൽ, ഒരു കാര്യത്തിലേക്ക് മാത്രം വരുവാണെങ്കിൽ ചതുരവും
അധിക ചിഹ്നവും വരയ്ക്കുന്നു. 2 മുതൽ 4 വരെ അവയവങ്ങളോട് കൂടിയ മനുഷ്യനെ വരയ്ക്കുക. അതായത് തലയുണ്ട്, താഴേക്ക് വരച്ചാൽ ബോഡിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ എന്തായി, കാലായി, മുകളിൽ 2 വര വരച്ചാൽ കൈയായി. നമ്മൾ സാധാരണയായിട്ട് വരയ്ക്കത്തില്ല, ഇങ്ങനെ കൊച്ചു പിള്ളേർ വരയ്ക്കത്തില്ല. മനുഷ്യനെ വരയ്ക്കാൻ പറഞ്ഞാൽ അവരാദ്യം തല വരയ്ക്കും, ബോഡി വരയ്ക്കും, കാല് വരയ്ക്കും, കൈ വരയ്ക്കും, അല്ലേ? കണ്ടോ, മനുഷ്യനായില്ലേ, എന്ത് പെട്ടെന്നായി എന്ന് പറഞ്ഞ പോലെ 2 മുതൽ 4 അവയവം വരെ, തലയുണ്ട്, ബോഡിയുണ്ട്, കാലുണ്ട്, കൈയുണ്ട്. കണ്ടോ, തല മുതൽ 2 മുതൽ 4 വരെയുള്ള അവയവങ്ങളോട് കൂടിയ മനുഷ്യനെ നമ്മുടെ കുട്ടികൾ വരയ്ക്കും. ഇതാണ് കുട്ടികളുടെ സൂക്ഷ്മപേശിയായിട്ട് വരുന്നത്. ഇനി 5 വയസ്സ് ഉള്ള കുട്ടിയുടെ സ്ഥൂലപേശി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ചലനം എന്താണ്? കണ്ടോ, വള്ളിച്ചാട്ടം ചാടുന്നു, സ്കിപ്പിംഗ് റോപ്പ്, നമുക്കറിയാലോ, ഇങ്ങനെ കറക്കി വരുന്ന സാധനം, വള്ളിച്ചാട്ടം, സ്കിപ്പിംഗ് റോപ്പ്, അത് ചാടുന്നു. ഇനി സൂക്ഷ്മമായിട്ടുള്ളതാണെങ്കിൽ ത്രികോണം വരയ്ക്കുന്നു, മനുഷ്യരൂപം പൂർത്തീകരിക്കുന്നു. ഇപ്പം ഇങ്ങനെ വരച്ചിരുന്ന വെച്ച് അതിങ്ങനെ വരയ്ക്കും, പിന്നെ ഇങ്ങനെയാക്കും ബോഡിയൊക്കെ, അല്ലേ? ഇങ്ങനെ ബോഡിയാക്കും, അവിടെ നിന്ന് ഇങ്ങനെ 2 കാലാക്കും, ഇങ്ങനെ 2 കാലാക്കും, അവിടെ നിന്ന് ഇങ്ങനെ 2 കൈയാക്കും, പിന്നെ ഇവിടെ 2 വയറിന് 2 ഓളയെ കൊടുക്കും, എന്നിങ്ങനെ എന്താക്കി വെക്കും, മനുഷ്യരൂപം വെച്ച് പൂർത്തീകരിക്കാൻ ശ്രമിക്കും. ഇനിയും ചിത്രം വരച്ച് നിറം നൽകാൻ പ്രധാന പ്രവർത്തനമാക്കുന്നു. കണ്ടോ, ചിത്രം വരച്ച് ഉണ്ടാക്കാനാക്കുന്നു പ്രധാന പ്രവർത്തനമായിട്ട്. നമ്മുടെ പിള്ളേർക്കെല്ലാം എപ്പോഴും നിങ്ങൾക്കറിയാം, ഈ ലോവർ പ്രൈമറി പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? LP ലെവലിൽ പഠിപ്പിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? LP ലെവൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? LP ലെവലിൽ പഠിപ്പിക്കുന്നത് ആരുമില്ലേ? ഓക്കെ, LP ലെവലിൽ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പിള്ളേർ എപ്പോഴും നമ്മളൊക്കെ ഒഴുതരം കിട്ടിയാൽ പറയും, അല്ലേ? സാറേ ഞാൻ പടം വരച്ചോട്ടെ എന്ന് ചോദിക്കും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒന്ന് കയറി പിള്ളേർ പറഞ്ഞു നോക്കി, മക്കളെ പടം വരച്ചോ എന്ന് പറഞ്ഞാൽ അവർ ഓടിച്ചെന്ന് പടം വരയ്ക്കും. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഞാൻ പഠിപ്പിക്കുന്നത് 2ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ്സിൽ എനിക്ക് ഏകദേശം ഒരു 37 പിള്ളേരോളം ക്ലാസ്സിലുണ്ട്. ഈ പിള്ളേരെല്ലാം തന്നെ ഈ പറഞ്ഞ സാധനം എന്താണ്, പടം വരച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ, അവർക്ക് എഴുതാൻ അറിയത്തില്ല, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ അറിയാം. അതിൻ്റെ താഴെ വലിയ പടമൊക്കെ വരച്ചോണ്ടാണ് വരുന്നത്. അവർക്ക് എന്താ പടമെന്ന് നമുക്ക് കണ്ടാൽ കേക്കിൻ്റെ ഒക്കെ ആണെന്നായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവരുടേതായിട്ടുള്ള ഇത് വെച്ചുകൊണ്ട് അവർ നല്ല രീതിക്ക് വരച്ച് അത് കളറൊക്കെ അടിച്ച് വളരെ മനോഹരമായിട്ട് നമ്മളെ കൊണ്ടുതരും. നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ത്രികോണം വരയ്ക്കും, പിന്നെ മനുഷ്യരൂപം പൂർത്തീകരിക്കും, ചിത്രം വരച്ച് നിറനൽകുക പ്രവർത്തനമാകും, ചുറ്റുപാടുമുള്ള മനസ്സിൽ തങ്ങിയ കാര്യങ്ങൾ മിഴിവോടെ വഴിക്കുന്നു. അവർ കണ്ടിട്ടുണ്ട്, കേക്ക് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് ഇങ്ങനെ പൊട്ടിക്കുന്ന പോപ്പർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല സാധനങ്ങൾ അവരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് അവർ വരയ്ക്കുന്നത്. പിന്നെ സാറായതുകൊണ്ട് ഇതുപോലെ തന്നെ മനുഷ്യനെയൊക്കെ വരച്ച് ജോസാർ എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി തരും. അപ്പോൾ നല്ല രസമാണ്, അപ്പോൾ നല്ല ഒരു ഫീലിംഗാണ്. അപ്പോൾ അവർക്ക് എന്താണ്, ഈ പറഞ്ഞ പോലെ പടം വരയ്ക്കാനും അതുപോലെ തന്നെ നിറം കൊടുക്കാനും അതുപോലെ തന്നെ ഒഴിവ് വേളകളിൽ അവർ പ്രധാനമായിട്ടും കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതിന് ഞാൻ ഈ ക്ലാസ്സിൽ ചെന്നപാടെ പിള്ളേർക്ക് ഒരു പ്രവർത്തനം കൊടുക്കും. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പിള്ളേരോട് പറയും, മക്കളെ ഒരു പേപ്പർ എടുക്കാൻ പറയും. ക്രയോൺസ് എല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോകും. ആദ്യത്തെ ക്ലാസ്സിൽ പിള്ളേരെ ഒന്ന് കയ്യിലെടുക്കാനായിട്ട്. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം ചെന്ന് പറയും, മക്കളെ നിങ്ങളെല്ലാവരും ക്രയോൺസ് വെച്ച് നിങ്ങൾ പെൻസിലല്ലേ ഉപയോഗിക്കുന്നത്, പെൻസിൽ എടുക്കാൻ പറയും. പെൻസിൽ എടുത്തിട്ട് അവരോട് പറയും, നിങ്ങൾ ആദ്യം ഒരു തല വരയ്ക്കാൻ പറയും കേട്ടോ. നിങ്ങൾക്കാണല്ലോ ഇപ്പോൾ അത് വരച്ച് നോക്കാം. നിങ്ങൾ ആദ്യം എന്നാ വരയ്ക്കാൻ പറയും, തല വരയ്ക്കാൻ പറയും. നമുക്കൊരു പടം വരയ്ക്കാമെന്ന് പറയാം നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പടം വരയ്ക്കാനായിട്ട് പോകാൻ നമ്മൾ ആദ്യം ഒരു തല വരച്ചു. തല വരച്ചിട്ട് നമ്മൾ പറയും അതിന് 2 കണ്ണുകൾ വരയ്ക്കാൻ പറയും. അപ്പോൾ പിള്ളേർക്ക് മനസ്സിലാവും സാറ് പറയുന്നത് എന്നാ വരയ്ക്കാനാ. നിങ്ങൾക്ക് എന്നായിട്ടാണ് തോന്നുന്നത്? തല വരച്ചു, കണ്ണ് വരച്ചു. അപ്പോൾ തന്നെ പിള്ളേർക്കൊരു ഐഡിയ കിട്ടത്തില്ലേ? കൊച്ചു പിള്ളേരല്ലേ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ എന്നാ വരയ്ക്കാനാണ് നമ്മൾ പോകുന്നത്? മനുഷ്യനെ വരയ്ക്കാനൊരു ചിന്ത വരും അല്ലേ. പിള്ളേർ തല വരയ്ക്കും, കണ്ണ് വരയ്ക്കും, 2 കണ്ണ് വരയ്ക്കും. അപ്പം നമ്മൾ പറയും നമ്മുടെ ഈ പറയുന്ന പിക്ചറിനൊരു വാല് വരയ്ക്കാൻ പറയും. അപ്പോൾ പിള്ളേർ ഇതെന്നെ ഈ പറയാൻ ചോദിക്കും അല്ലേ. അപ്പോൾ പിള്ളേരൊരു ആശ്ചര്യം നമ്മൾ ഉളവാക്കി. അപ്പം ഇപ്പം എന്താ ഉള്ളവരുടെ പിക്ചറിനകത്ത്? തലയുണ്ട്, കണ്ണുണ്ട്, ഒരു വാലുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങളായിട്ട് പിള്ളേരിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ പറയും എന്നാൽ അതിനൊരു ഉടല് വരച്ച് അല്ലെങ്കിൽ ഒരു ബോഡി വരച്ച് എന്ന് നോക്കി. അപ്പോൾ പിള്ളേർക്ക് റെഡി കിട്ടി. ഇപ്പം പറയുന്നത് ആരെ വരയ്ക്കാനാണ്? തലയുണ്ട്, ഉടലുണ്ട്, വാലുണ്ട്, മനുഷ്യനെ പോലെ തന്നെ പെരുമാറുന്ന കുരങ്ങനെയാണ് സാറ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ അങ്ങനെ വരയ്ക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ തലയായി, ഉടലായി, വാലായി. അപ്പം നമ്മൾ പറയും അങ്ങനെയാണെങ്കിൽ അതിന് 4 കാലുകൾ വരച്ച്. അപ്പോൾ പിള്ളേരുടെ അടുക്കും 4 കാലുകൾ വരയ്ക്കും. അപ്പോൾ പിള്ളേർക്ക് ഉറപ്പായി മനുഷ്യനല്ല, മനുഷ്യനാണെങ്കിൽ 2 കൈയും 2 കാലുമാണ് വേണ്ടത്. ഇത് സാറ് പറയുന്നത് 4 കാലാണ്. അതുകൊണ്ട് 4 കാല് വരയ്ക്കുമ്പോൾ അവർ ചെറുതായിട്ട് കുരങ്ങനുള്ള കാല് വരച്ച് വെക്കും. അപ്പം നമ്മൾ പറയും അങ്ങനെയാണെങ്കിൽ അതിന് 2 കൊമ്പ് വരയ്ക്കാൻ പറയും. മനസ്സിലായി? അതിന് 2
കൊമ്പ് വരയ്ക്കാൻ പറയും. അപ്പോൾ അവർക്ക് വീണ്ടും കൺഫ്യൂഷനായി അല്ലേ, ഇതെന്നെ ഈ പറയുന്നേ, കൊമ്പില്ലല്ലോ നമ്മുടെ കുരങ്ങനെ അല്ലേ. ഇങ്ങനെ പല രീതിയിലൂടെ ചിന്തിപ്പിക്കണം പിള്ളേർക്ക് മനസ്സിലായി ഇത് വേറെന്തോ സാധനം, എന്നാൽ വല്ല ഹിപ്പോപ്പൊട്ടാമസ് വല്ലതും ആണോ, അതോ വേറെ വല്ല സാധനങ്ങൾ അവർ രണ്ടും കൽപ്പിച്ച് കൊരുമ്പ് വരയ്ക്കും. അപ്പോൾ നമ്മൾ പറയും അന്നാ ഒരു തുമ്പിക്കയും കൂടി വരയ്ക്കാൻ പറയും. അപ്പോൾ പിള്ളേർക്ക് കിട്ടി ആരെയാണ് വരയ്ക്കാൻ പോകുന്നത്, ആനേനെ അല്ലേ. നിങ്ങൾ ആ പടം ചെന്ന് നോക്കണം, ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ പടം ചെന്ന് നോക്കണം. വളരെ രസകരമായിട്ടുള്ള പടങ്ങൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും, മനസ്സിലായോ. ഈ പടങ്ങൾ അവർ വരച്ചെടുക്കുമ്പോൾ അവർക്ക് പല രീതിയിലൂടെ ചിന്തിക്കാൻ പറ്റും. കണ്ടോ, ചുമ്മാ വരപ്പിക്കുകയല്ല നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് അല്ലേ. അവരുടെ മൊത്തമായിട്ടുള്ള വികാസം നമ്മൾ ലക്ഷ്യം വെച്ച് വേണം ഒരു പ്രവർത്തനം കൊടുക്കാൻ. അപ്പം അവരുടെ ഈ ശാരീരിക ചാലക വികാസം, അതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മപേശി ചലനം, സ്ഥൂലപേശി ചലനം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തി വേണം പിള്ളേരെ കൊണ്ട് ഓരോ പ്രവർത്തനം കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ തുമ്പിക്കൈ വരപ്പിച്ചു, പിന്നെ നമ്മൾ പറയും 2 ചെവിയും കൂടി വരയ്ക്കാൻ പറയും. അപ്പോൾ ഒരു വലുതായിട്ട് ചെവി വരയ്ക്കുക. അവരുടെ ബോഡിയേക്കാളും വലിയ ചെവിയായിരിക്കും അവരപ്പോൾ വരയ്ക്കും. കാരണം ബോഡി അവർ വരച്ച കുരങ്ങൻ്റെ രീതിയിലല്ലേ. പിന്നെ നമ്മൾ ചെവി വരയ്ക്കാൻ നേരം വളരെ ചെവി വരച്ചാൽ നല്ല രസമായിരിക്കും അവരുടെ പിക്ചറൊക്കെ കാണാൻ കേട്ടോ. ഞാനിവിടെ വരപ്പിച്ച പിക്ചറുകളൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ ഫയലാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല രസമാണ് നമ്മുടെ ഓർമ്മയിലൊക്കെ വെക്കാനായിട്ട്, വളരെ രസം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കാൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ രസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പിള്ളേർക്ക് കൊടുക്കണം. പിള്ളേരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ പറയാം അതിന് നിറം കൊടുക്കണം. ആനയുടെ നിറം എന്താണ്, ചിലർ ചുവപ്പ് നിറവും മഞ്ഞ നിറമൊക്കെ അടിച്ചുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ചോദിക്കണം നിങ്ങൾ കണ്ടിട്ടുള്ള ആന എവിടെയാണ് മഞ്ഞ നിറമുള്ളതെന്നൊക്കെ ചോദിച്ചു ചുമ്മാ തമാശിപ്പിക്കണം. അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പിള്ളേർക്ക് കൊടുക്കുന്നത് മൂലം എന്താണ്, പിള്ളേരുടെ സമഗ്രമായിട്ടൊരു വികാസം നമ്മൾ ലക്ഷ്യം വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളൊരു ക്ലാസ്സിൽ ചെന്നാൽ നമ്മൾ പിള്ളേരുടെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ PSC എക്സാം എഴുതി മെയിൻ ലിസ്റ്റിൽ കയറുന്ന എല്ലാ കാര്യങ്ങളും, അതായത് എന്താണ് ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ്, മോറൽ, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള വികാസങ്ങളെല്ലാം ലക്ഷ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പിള്ളേർക്ക് ആസൂത്രണം ചെയ്യണം. അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം കൊച്ചു പിള്ളേരാണ്, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പിള്ളേർ നമ്മുടെയൊക്കെ പ്രായത്തിനേക്കാളും വളരെ മുൻപന്തി നിൽക്കുന്നവരാണ്. ഇവർക്ക് ഓൾറെഡി ഫോൺ ഉപയോഗിക്കാനും ഈ പറഞ്ഞ ടെക്നോളജി വൈസുള്ള കാര്യങ്ങളെല്ലാം അവർ അപ്ഡേറ്റഡ് ആണ്. പക്ഷെ അവർ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ വികാസങ്ങൾ. കാരണം ഇവർക്ക് എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാണ്ട് ഇപ്പം ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അല്ലേ. ഈ പറഞ്ഞ ക്ലാസ് പോലും നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പി ഇഷ്ടം പോലെ കിട്ടും. അപ്പം എല്ലാവർക്കും സോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്നത് മൂലം മനുഷ്യൻ്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നില്ല, ശരിയല്ലേ. നമ്മുടെ തലച്ചോറ് നമ്മൾ എന്തെങ്കിലും പണി കൊടുക്കുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പം? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 10 മൊബൈൽ നമ്പർ കൂടുതൽ അറിയുന്ന എത്ര പേരുണ്ട്? 10 മൊബൈൽ നമ്പറിൽ കൂടുതൽ അറിയുന്ന എത്ര പേരുണ്ട്? സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടനെ, നിങ്ങളുടെ ചേച്ചിയുടെ, നിങ്ങളുടെ അമ്മയുടെ, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ നമ്പർ അറിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് ചോദിച്ചു നോക്കി. 10 പേരെടുക്കുവാണെങ്കിൽ അതിലൊരു 6 പേർക്കും അറിയത്തില്ലായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ സമൂഹം മാറി. പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് പിള്ളേർക്കറിയാം, ഫോൺ എടുത്ത് തോണ്ടി പപ്പ എന്നടിച്ചാൽ പപ്പയുടെ നമ്പർ കിട്ടും, മമ്മി എന്നടിച്ചാൽ മമ്മിയുടെ നമ്പർ കിട്ടും. അപ്പം അവരുടെ ഓർമ്മശക്തി അല്ലെങ്കിൽ ചിന്താശക്തി അവർ കുറയ്ക്കുക ചെയ്യുന്നത് ഇതുപോലെ ടെക്നോളജി കാരണം. അതിന് നേരെ തിരിച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കുട്ടികളുടെ സമഗ്ര വികാസം ലക്ഷ്യമാക്കി വേണം നമ്മൾ ക്ലാസ് മുറിയിൽ കുട്ടികളോട് ഇടപെടാൻ കേട്ടോ. അവിടെ നല്ലൊരു ആത്മബന്ധത്തോടെ വന്നുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഞാനീ പറഞ്ഞു വന്നത് കുട്ടികളുടെ ചാലക വികാസം സാധ്യമാകുന്നത് സ്ഥൂലത്തിൽ നിന്നും എങ്ങോട്ടാണ്, സൂക്ഷ്മത്തിലേക്കാണ്. ഈ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ രീതിയിലൂടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു അധ്യാപകനായിട്ട് മാറുവാനായിട്ട് സാധിക്കും. ഒരു രസകരമായിട്ടുള്ള രീതിയാണ്. അതായത് ചുമ്മാ ഒരു ആനയുടെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ അവർ വരയ്ക്കും. പക്ഷേ അതിനൊന്ന് ക്രിയേറ്റീവായിട്ട് നമ്മൾ ആലോചിച്ചൊന്ന് കണ്ടു ചെല്ലുമ്പം എന്നിട്ട് പറയണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പടം കാണിക്കാൻ പറയണം അല്ലേ. ഇത് വരച്ചല്ല രസകരമായിട്ടല്ലേ, ഒന്നും അല്ലാത്ത രൂപത്തിലായിരിക്കും അല്ലേ. അപ്പം ഒരാൾ പോയി മറ്റൊരാളെ കാണിക്കാൻ പറയണം. അപ്പോൾ മറ്റേ ആളെ പോയി കാണിക്കുമ്പം അയ്യേ ഇതെന്നാ പടപാടാന്ന് ഒരുത്തിന് ചോദിക്കും, പറഞ്ഞാൽ മറ്റവൻ ചിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് അവിടെ സോഷ്യലായിട്ടുള്ള കാര്യം വന്നു, ശരിയല്ല. അവർ വർത്തമാനം പറയാൻ പഠിക്കും, ഒരാളെ അഭിമുഖീകരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കണമെങ്കിൽ ഈ ഒറ്റ പ്രവർത്തനം വഴി നോക്കിയാൽ. എന്നിട്ട് വേണേൽ പറയാം, നിങ്ങൾ ഒരാളുടെ അടുക്ക പോയി അതിൻ്റെ അഭിപ്രായം ചോദിക്കുക, അതിലൊരു ചെറിയ ഓൾ ദി ബെസ്റ്റ് എന്ന് എഴുതുക. അപ്പോൾ അവർ എഴുതാൻ പഠിച്ചില്ലേ ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പം ഓൾ ദി ബെസ്റ്റ് നമ്മൾ ബോർഡിൽ എഴുതിക്കെടുത്താൽ മതി, ALLTHE ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒപ്പിട്ട് കൊടുക്കുക. ഒപ്പിടാനൊക്കെ പിള്ളേരവിടെ തന്നെ പഠിച്ചോളും. 2ലും 3ലും ഒക്കെ ആകുമ്പോൾ തന്നെ പിള്ളേരെ കൊണ്ട് അതൊക്കെ നമ്മൾ പഠിപ്പിക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പിള്ളേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കളിയാക്കുകൾ ഏറ്റെടുക്കാനും അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കാൻ വെച്ചാൽ നല്ല രീതിക്ക് എടുക്കാൻ. ചെറിയൊരു കളിയാക്കൽ, ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ അതോ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവർ കളിയാക്കലൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ എന്നൊരു ചിന്താഗതി വരും അല്ല. എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും വരച്ചിരിക്കുന്നത്, ആരും അതിനകത്ത് മികച്ചതായിട്ട് വരച്ചവരില്ല. നേരെ നല്ല മനോഹരമായിട്ട് വരയ്ക്കുന്നത് വരെ വളരെ നമ്മൾ ക്രിയേറ്റീവായിട്ട് വരയ്ക്കുന്ന ആൾക്കാർ വരെ ഇതുപോലെ രസകരമായിട്ട് വരയ്ക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരുന്ന രീതിയിലുള്ള പടമായിരിക്കും വരുന്നത്. അപ്പം
അവർക്കത് തെറ്റുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും, പരസ്പരം ഒന്ന് വിലയിരുത്താൻ പറ്റും. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോസസ്സ് അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കുട്ടികൾ വീട്ടിലറിയാം 1 അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ ഉള്ളൂ. ഈ കുട്ടികളെല്ലാം എന്താണ് ഒരു കാര്യത്തിൻ്റെ പേരിൽ ഈ ആത്മഹത്യ പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലെ മയക്കുമരുന്നിനും മദ്യപാനത്തിനും ഒക്കെ അടിമപ്പെടുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്കിൽസ് കുട്ടികളിൽ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ആത്മധൈര്യം കിട്ടും. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കില്ലാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മനോധൈര്യം അല്ലെങ്കിൽ ആത്മധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ സ്കൂളുകളിൽ നിന്ന് നമ്മളത് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അതിനിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതാണ് ശൈശവകാലത്തെ പ്രായാനുസൃത ശേഷി വികാസം. ഇതുപോലെ തന്നെ 3 വയസ്സാനും 4 വയസ്സാനും 5 വയസ്സാനുമുള്ള കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ 3-4 പ്രായത്തിൽ സ്ഥൂല സൂക്ഷ്മപേശികൾക്ക് വേണ്ടത്ര നിയന്ത്രണം കുറവാണ്. അതിന് ബെറ്റർ എക്സാമ്പിളാണ് നമുക്കറിയാലോ, പിള്ളേരെയൊക്കെ വെറുതെ ഇരുത്തിയാൽ അവർ ഇരിക്കുമോ? ഇല്ല, എപ്പോഴും എവിടെയെങ്കിലൊക്കെ വലിഞ്ഞു കയറി തലയും പൊട്ടിച്ച് കാലും പൊട്ടിച്ച് തലയിടിച്ചൊക്കെ മുഴപ്പിച്ചുകൊണ്ട് വരും. ഇനിയും 4-5 വരുമ്പോൾ ശരീരത്തിൻ്റെ ചലനങ്ങൾ നിയന്ത്രിക്കാനൊക്കെ പഠിക്കും അല്ലേ. സ്കൂളിലൊക്കെ ചെന്നാൽ അവിടെ പിടിച്ചിരുത്തും അല്ലേ. സ്കൂളിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന തന്നെ പിള്ളേരെ മര്യാദയ്ക്ക് ഇരുത്താൻ അല്ലേ, ഓടി നടക്കുന്ന പ്രകൃതിയിൽ നിന്നും പിടിച്ചിരുത്താൻ പഠിപ്പിക്കാം. അപ്പം ശരീരത്തിൻ്റെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. നേരത്തെ ഇതിലെ വള്ളിയും പുള്ളിയും അതുപോലെ ജനലൊക്കെ വലിഞ്ഞു കയറി മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നവനെ സ്കൂളിൽ നിന്നും ചിട്ട പഠിപ്പിക്കാൻ തുടങ്ങും. ഇനി 5-6 വയസ്സാകുമ്പം സ്ഥൂല സൂക്ഷ്മ പേശികൾക്ക് താരതമ്യേന നിയന്ത്രണം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1-ാം ക്ലാസ്സിലൊക്കെ തുടങ്ങേണ്ട പ്രായമായി. കൂടുതൽ സങ്കീർണമായ ചലനശേഷികൾ ആർജിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? സങ്കീർണമായിട്ടുള്ള, അതായത് പടം വരയ്ക്കാനും നിറവടിക്കുമ്പോൾ അറിയാലോ, നിറം അവർ ഔട്ട്ലൈന് പുറത്ത് പോകരുത് അല്ലേ, അതുപോലെ സൂക്ഷിച്ചടിക്കണം. അതാണ് സങ്കീർണമായിട്ടുള്ള ചലനശേഷികൾ ആർജിക്കുക എന്ന് പറയുന്നത്. അപ്പം അതുപോലുള്ളതൊക്കെ ഈ സ്കൂളിൽ തുടങ്ങുന്ന കാലഘട്ടം തൊട്ട് തുടങ്ങും. അടുത്തതാണ് 3-4 പ്രായത്തിൽ വരുന്നതാണ് മുതിർന്നവരുടെ സഹായത്തോടെ ദിനചര്യകൾ ചെയ്യാനും വസ്ത്രം അഴിക്കാനും ഇടാനും കഴിയും. അതായത് അല്ലെങ്കിൽ അപ്പന്മാരാണ് കുളിപ്പിക്കുന്നത്, വസ്ത്രം അടിക്കുന്നത്, ബട്ടനൊക്കെ ഇടുന്നതൊക്കെ ആരാണ്? അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. ഇനി 4-5 ആകുമ്പം സ്വന്തമായി ദിനചര്യങ്ങൾ ചെയ്യാനും വസ്ത്രം ധരിക്കാനും ആരംഭിക്കുന്നു. ഇതിൽ പിള്ളേരുള്ള ആരൊക്കെയുണ്ട്? ഒരു കൊച്ചുകുട്ടികളുള്ളത്, അമ്മമാരായിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പന്മാരായിട്ടുള്ള ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട്? ഓക്കെ, ഇതിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് അല്ലേ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങളുടെ കൊച്ചിനൊരു 4 അല്ലെങ്കിൽ 5 വയസ്സാകുമ്പോൾ നമ്മൾ ബട്ടൺ ഇടാൻ പോകുമ്പം കൊച്ചു പറയും ഇല്ലേ, അമ്മ മാറ് ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞ് കൊച്ചു തന്നെ ഇടുന്ന ഒരു പ്രായമുണ്ട് അല്ലേ. അത് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 വയസ്സിലേക്കാണ് കൊച്ചു വരുന്നത്. ഇനി 5-6 ആകുമ്പോഴോ സ്വന്തം ആവശ്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട് കഴിയുന്നവരാണ് അല്ലേ. സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും അവരെ സഹായിക്കാൻ ചെല്ലത്തില്ല. അതുപോലെ എമർജൻസി ആണെങ്കിൽ മാത്രമേ ടീച്ചർമാരൊക്കെ സഹായിക്കാൻ ചെല്ലുക. അവർ തന്നെ പോയി നിക്കറൊക്കെ അഴിച്ച് മൂത്രമൊക്കെ ഒഴിച്ച് തിരിച്ചു വരാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി അവർക്ക് തന്നെ ആവും. അപ്പം എന്താണ്, സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കുള്ള യാത്രയാണ് പ്രായം തോറും കുട്ടികളിൽ ഉണ്ടാകുന്നൊരു ടേബിളാണ് നമുക്ക് എടുക്കുന്നത്. ഇനി 3-4 വയസ്സാകുമ്പോൾ മുതിർന്നവരുടെ വ്യക്തിഗതമായ ശ്രദ്ധയോടുകൂടിയ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ലേ. മുതിർന്നവരുടെ വ്യക്തിഗതമായ ശ്രദ്ധയോടുകൂടി, അതായത് മുതിർന്നവരുടെ ഒരു പ്രസൻസിൽ മാത്രമേ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അല്ലേ. അവർ പടികൾ കയറുമ്പോഴൊക്കെ നമ്മൾ പുറകിൽ ഇങ്ങനെ കൈയും പിടിച്ചുകൊണ്ട് നിൽക്കും ഇല്ലേ. കുട്ടികൾ നടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പുറകിൽ പേരൻസ് വീഴാതിരിക്കാൻ ഒരു ചെറിയൊരു സപ്പോർട്ട് എപ്പോഴും കൊടുത്താണ് പോകുന്നത്. ഇനിയും 4-5 ആകുമ്പം കൂട്ടുകൂടാനും മുതിർന്നവരോട് ധാരാളം സംസാരിക്കാനും കഴിയും അല്ലേ. കൊച്ചു പിള്ളേർ കൂടുതലായിട്ട് സംസാരിക്കുന്ന പ്രായമായിട്ട് വരും. അടുത്തത് 5-6 ആകുമ്പം കൂട്ടുകാരുണ്ടാവുകയും മുതിർന്നവരിൽ നിന്നും സ്വതന്ത്രം പ്രാപിക്കുകയും ധാരാളം സംസാരിക്കുകയും ചെയ്യുന്നു. സ്കൂളിലേക്ക് വരുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ ആവും, മുതിർന്നവരിൽ നിന്ന് സ്വതന്ത്രം കിട്ടും, അതുപോലെ തന്നെ ധാരാളം സംസാരിക്കുക. അവർ തമ്മിലെല്ലാം ധാരാളം നമ്മൾ പറയില്ലേ, എന്നും മിണ്ടാതിരിക്കാൻ പറയുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന സ്കൂൾ കാലഘട്ടം. അടുത്തത് 3-4 പ്രായത്തിലാണ് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു അല്ലേ. കളിപ്പാട്ടങ്ങൾ പിള്ളേർക്ക് കൊടുത്താൽ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവരുമായി കളിക്കോപ്പുകൾ പങ്കുവെക്കാൻ ഇഷ്ടം ഇല്ല. ആരെങ്കിലും കണ്ടാൽ അവർക്ക് കളിക്കോപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനായിട്ട് ഇഷ്ടമുണ്ട്. ഇനി കൂടി കളിക്കാൻ ഇഷ്ടമാണ്. കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും പിള്ളേർക്ക് കഴിയും. 4-5 വയസ്സിൽ. ഇനിയും 5-6 ആകുമ്പോൾ സ്കൂളിലേക്ക് ചെന്നാൽ എന്താണ്, നിയമം പാലിച്ചുകൊണ്ട് കളികളിൽ ഏർപ്പെടുന്നതിനും നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനും കഴിയുന്നില്ലേ. ഒബേ ദി റൂൾസ്. ഓരോ ഗെയിം കളിക്കാനും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ട്. ആ റൂൾസ് അല്ലെങ്കിൽ ആ റെഗുലേഷൻസ് വെച്ചുകൊണ്ട് കളികളിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ നിയമങ്ങൾ മനസ്സിലാക്കാനൊക്കെ കുട്ടികൾ ശ്രമിക്കുന്നു. അതായത് ഉഴപ്പി നടന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ എങ്ങനെയായി, നിയമങ്ങളൊക്കെ അനുസരിച്ച് ട്രാക്കിലൂടെയൊക്കെ ഓടി അല്ലേ. വളഞ്ഞു ഓടിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ട്രാക്കൊക്കെ വരച്ച് അതിലെ കൂടിയൊക്കെ ഓടാനൊക്കെ നോക്കുമ്പോൾ നിയമം അനുസരിച്ച് ചെയ്യുവാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് കുട്ടികൾ വരും. ഇനിയും
3, 4 ആണെങ്കിൽ അവർ ഊർജ്ജസ്വലരാണ്, പെട്ടെന്ന് ഷാഠ്യം കാണിക്കും അല്ലേ. ഊർജ്ജസ്വലർ, അവർക്ക് ഭയങ്കര എനർജിയാണ്, അവർക്ക് എന്തെങ്കിലും കാര്യം കിട്ടിയില്ല ഉടനെ തന്നെ ഷാഠ്യം കാണിക്കും. ഇനിയും 4, 5 തന്നെ ഊർജ്ജസ്വലരാണ്, പ്രവർത്തന നിരതരാണ്, ഷാഠ്യ സ്വഭാവം കാണിക്കും. ഇനിയും 5, 6 ആകുമ്പം എപ്പോഴും പ്രവർത്തന നിരതം, ഊർജ്ജസ്വലരുമാണ്, ചില കാര്യങ്ങളിൽ ഷാഠ്യം പിടിക്കും അല്ലേ. സ്കൂളിലൊക്കെ വന്നാലുള്ള കുഴപ്പം ഇതാണ്, അവർക്ക് ചില കാര്യത്തിൽ ഭയങ്കര വാശിയായിരിക്കും ഇല്ല. കഴിക്കാൻ നേരവും ഇരിക്കാൻ നേരവും എല്ലാം ഭയങ്കര വാശികളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ പത്രപേപ്പറേ കൊണ്ടു കൊടുക്കണം. പത്രപേപ്പർ കൊണ്ട് കൊടുത്തിട്ട് ഏറ്റവും കൂടുതലായിട്ട് പിച്ച് കീറിക്കോളം പറയണം. അവർ ആദ്യം നടുവേ കയറും, എല്ലെങ്ങനെ കയറും, എന്നിട്ട് അതിനെടുത്ത് വീണ്ടും കീറാൻ പറയണം, അതിനെടുത്ത് വീണ്ടും കീറാൻ പറയണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പൊടി പോലെ പിള്ളേർ എന്താണ് കീറി എടുത്ത് കാണാൻ സാധിക്കും. തൂത്ത് കളയണം, അത് വേറെ കാര്യം. പക്ഷേ പിള്ളേർക്ക് ഈ പറഞ്ഞ എനർജി എതിരെയും വേസ്റ്റ് ആക്കണ്ടേ. ഇവർ ഈ ഊർജ്ജസ്വലരായിട്ടിരിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള തിങ്ങിലേക്ക് നമ്മൾ തിരിച്ചു വിടണം. അല്ലാതെ അവരുടെ എനർജി വഴക്ക് പറഞ്ഞവിടെ ഇരുത്തുവല്ല ചെയ്യേണ്ടത്, ഇതുപോലുള്ള കാര്യത്തിലേക്ക് അവർക്ക് കൊണ്ട് നമ്മൾ കൊടുക്കണം. അതായത് ഈ പത്രപേപ്പറൊക്കെ കൊടുത്താൽ, പേപ്പറൊക്കെ എപ്പോഴും ഉള്ളതല്ലേ, ചെറുതായിട്ട് കീറാൻ പറയണം. അല്ലെങ്കിൽ നമ്മൾ പറയണം ഇതെന്നെ ഇത് ഒരു വലിയ വട്ടം അല്ലേ, ഇതെന്നെ ഇത് ചെറിയൊരു വട്ടം അല്ലേ, ഇതെന്നെ ഇത് ബോഡി വരയ്ക്കണം കേട്ടോ, ഇത് അതിലും ചെറിയൊരു വട്ടം, ഇതെന്നെ ഇത് അതിലും ചെറിയൊരു വട്ടം. അപ്പോൾ പിള്ളേരോട് പറയണം, ഉണ്ടോ ഇങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ നിങ്ങൾക്കാണല്ലോ ഒരു പ്രശ്നം വരുന്നില്ലേ, അതിൻ്റെ ഏറ്റവും അവസാനം കൊണ്ടൊരു കുത്തിടണം, അത് കാണുന്നുണ്ടോ എന്ന് പറയും, എന്നായി തന്നെ നോക്കിയിരുന്നോളാൻ പറയും. അപ്പോൾ അവിടെ കുറച്ച് എനർജി വേസ്റ്റ് ആവും കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ രസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇതൊക്കെ കുട്ടികളെ കുറച്ച് നേരമൊക്കെ മിണ്ടായിരുത്താനായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കുട്ടികൾ നോക്കുമ്പോൾ വലിയൊരു വട്ടം, അതിൻ്റെ അത് വലിയൊരു വട്ടം, അതിൻ്റെ അത് ചെറിയൊരു വട്ടം, വീണ്ടും ചെറിയൊരു വട്ടം, ഇങ്ങനെ ബോഡി വരച്ച് വരുമ്പോൾ അവസാനം ഒരു കുത്തു കൊണ്ടിടണം. കുത്തുകൊണ്ടിട്ട് നമ്മൾ പറയണം അതിലോട്ട് തന്നെ നോക്കിയിരുന്നോളാൻ പറയണം. അപ്പോൾ അവർക്ക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മൂലം ഏകാഗ്രത അല്ലേ, കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വേണ്ട ഒരു സാധനം ഏകാഗ്രത. എത്ര കുട്ടികൾ സ്ഥിരമായിട്ട് നോക്കിയിരിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് ചെറിയൊരു മുട്ടായിക്ക് ഇടയ്ക്ക് കൊണ്ട് കൊടുത്തേക്കണം. അപ്പോൾ പിള്ളേർ നമ്മുടെ കയ്യിലായിക്കോളും കേട്ടോ. പിള്ളേരുടെ ആ ഒരു എനർജി, വേസ്റ്റ് ആയി പോകുന്ന എനർജി നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്ങിലേക്ക് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും 3, 4 വയസ്സിലാണെങ്കിൽ ചെറു വാക്യങ്ങളിലൂടെയുള്ള നിർദ്ദേശങ്ങൾ തിരിച്ചറിയും, പദസ്വാധീനം കുറവാണ്. നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ കുട്ടികൾ ഇവിടെ വരാൻ പറഞ്ഞാൽ ഇവിടെ വരും, എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാലൊക്കെ വരും അല്ലേ. പക്ഷേ പദസ്വാധീനം കുറവാണ്, തിരിച്ചു പറയാനായിട്ട് അത്രയൊന്നും ആകത്തില്ല. ഇനി 4, 5 ആകുമ്പം നിർദ്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനും അവരെ പാലിക്കുന്നതിനുമുള്ള കഴിവുണ്ട്, കുറച്ചുകൂടിയൊക്കെ പക്വത വരും. ഇനി 5, 6 ആകുമ്പം കൂടുതൽ നിർദ്ദേശങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സൂക്ഷ്മമായ ഭാഷയിലൂടെ പ്രകടിപ്പിക്കാനും കഴിയും. ശരിയല്ലേ, സ്കൂളിൽ വരണമെങ്കിൽ രാവിലെ യൂണിഫോം ഇടണം, ചോറ്റുപാത്രം കൊണ്ടുവരണം, ടൈം ടേബിൾ വെച്ച് അടുക്കണം, പുസ്തകങ്ങളെല്ലാം വ്യക്തമായി ഹോംവർക്ക് ചെയ്യണം, 9 മണിക്ക് മുമ്പ് സ്കൂളിൽ ചെല്ലണം, 9:15 ബെല്ലടിക്കും, 3:30 വരെ അവിടെ ഇരിക്കണം, ഉച്ചയ്ക്ക് 5 ബ്രേക്കിനെ കഴിക്കാൻ പറ്റത്തുള്ളൂ, ഇടയ്ക്ക് ഒരു സ്നാക്ക് ബ്രേക്ക് ഉണ്ട്, അപ്പോൾ മാത്രമേ വെള്ളം കുടിക്കാനും ചെറിയ സ്നാക്സ് കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാനായിട്ട് കുട്ടികൾ വരും. അതുപോലെ തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സൂക്ഷ്മമായ ഭാഷയിലൂടെ പ്രകടിപ്പിക്കുവാനും കുട്ടികൾക്ക് അത് കഴിയും. ഇതാണ് നമ്മുടെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് കുട്ടികൾ വളർന്നു വരുന്ന ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ടീച്ചേഴ്സായി നമ്മൾ ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ നേരിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള പോസിറ്റീവായിട്ടുള്ള തിങ്ങിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ശാരീരിക വികാസവും കളിയും. ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ കളികൾക്ക് പാഠ്യേതര പ്രവർത്തനത്തിലുള്ള പ്രാധാന്യം നിങ്ങൾ ഓർത്തിരിക്കണം. കുട്ടികളെ നമ്മൾ കളിപ്പിക്കണം. നിങ്ങൾക്കറിയാലോ പ്രൈമറി ക്ലാസ്സിൽ എത്ര പീരീഡാണ് പി ടിക്കുള്ളതെന്ന് അറിയാവോ? LP തലത്തിൽ എത്ര പീരീഡ് പി ടിക്കുണ്ടെന്ന് അറിയാവോ? പി ടിക്ക് എത്ര പീരീഡ് ഉണ്ടെന്ന് അറിയാമോ? 3 പീരീഡ്. കഴിച്ചോ? ആഴ്ചയിൽ 3 പീരീഡാണ് കുട്ടികൾക്ക് അവരുടെ ശാരീരിക ചാലക വികാസം ലഭ്യമാകുവാനായിട്ട് LP തലത്തിൽ ഉള്ളത്. UP യിലേക്ക് വരുമ്പോൾ അത് 2 പീരീഡായിട്ട് കുറയും. അത് നമ്മുടെ കൊച്ചു ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതായത് KG ലെവലിലാകുമ്പം ഉച്ച കഴിഞ്ഞ് മൊത്തം കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞ് കളികളാണ് അല്ലേ. അതായത് ഓറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കളികളാണുള്ളത്. അപ്പോൾ ഓർത്തിരിക്കണം, കളികൾക്ക് എന്തൊക്കെയോ പ്രാധാന്യം നമ്മുടെ പഠനത്തിൽ ഉണ്ട്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമുക്ക് പല കാര്യങ്ങളും ഈ കളികളിലൂടെ കുട്ടികൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. അതിനാണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കളികൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കളികൾ കുട്ടികൾ ചെയ്യുമ്പോൾ അവർ നിയമം അനുസരിക്കാൻ, ശരീരം മൊത്തം അനങ്ങുവാൻ അല്ലേ, അതുപോലെ തന്നെ പല രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടുവാൻ, രോഗപ്രതിരോധ ശേഷി നേടുവാൻ, അതുപോലെ തന്നെ സമഗ്ര വികാസം ഉറപ്പാക്കുവാൻ, അതുപോലെ തന്നെ മാനസിക പക്വത ആർജിക്കുവാൻ, അതുപോലെ തന്നെ കളികളിലുള്ള നിയമാവലികൾ പാലിച്ചുകൊണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കാൻ, തോൽവി അംഗീകരിക്കാൻ, ജയത്തിൽ ഒരുപാട് സന്തോഷിക്കാതിരിക്കാൻ, പരിസരബന്ധിതമായി എങ്ങനെ കളിക്കാമെന്നറിയാൻ അല്ലേ, രസകരമായിട്ട് എങ്ങനെ ഇരിക്കണമെന്നറിയാൻ. കണ്ടോ, ഇതുപോലെ
സമഗ്രമായിട്ടുള്ള ഒരു പഠനമാണ് കളികൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. സോ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള കളികളൊക്കെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. ആ കാര്യമാണ് നമ്മൾ ഈ ഇതിനകത്ത് പറയുന്നത്. അതായത് കണ്ടോ, കുട്ടികളുടെ ആരോഗ്യത്തിനും നാഡീവ്യൂഹ വളർച്ചയ്ക്കും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിനും പേശി ദൃഢതയ്ക്കും എന്താണ് കായിക പ്രവർത്തനം അനിവാര്യമാണ്. കുട്ടികളുടെ ജന്മസിദ്ധമായ പ്രധാന പ്രകൃതം കളികളോട് കാണിക്കുന്ന അതീവ താല്പര്യമാണ്. അതിലളിതമായ വിവിധ കളികൾ പോലും കായിക പ്രവർത്തനത്തിൻ്റെ അംശം ധാരാളം കലർന്നിരിക്കുന്നു. കായിക പ്രവർത്തനങ്ങളിൽ ശാരീരിക നൈപുണ്യങ്ങൾ ആർജിക്കുന്നതിലും ശാരീരിക ചാലക വികാസം ത്വരിതപ്പെടുത്തുന്നതിലും ഏറെ സഹായിക്കും. ഓർത്തിരിക്കണം, കളികൾ കുട്ടികളുടെ സമഗ്ര വികാസം ഉറപ്പുവരുത്തുന്നവയാണ്. ഇത്രയും ഭാഗം പഠിച്ചാൽ മതി കേട്ടോ. അതുതന്നെ കളികൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഉണ്ട് കണ്ടോ, കളികൾ കൊണ്ടായിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ. 1, പ്രകൃതത്തിനും നിലവാരത്തിനും അനുസരിച്ചായിരിക്കണം. അല്ലാതെ KG ക്ലാസ്സിൽ പോയി ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ അവരാരും നിയമം വെച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നില്ല. ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞാൽ അവർ ഉറിഞ്ചടിച്ച് താഴെ വീഴും. സോ അവരുടെ പ്രായത്തിനും പ്രകൃതത്തിനും പോയി ഷട്ടിൽ കളിക്കാൻ പറഞ്ഞാൽ അവർക്ക് കളിക്കാൻ അറിയത്തില്ല, ഹോക്കി കളിക്കാൻ പറഞ്ഞാൽ കളിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ പ്രകൃതത്തിനും നിലവാരത്തിനും യോജിച്ച കളികൾ വേണം കുട്ടികൾക്ക് കൊടുക്കുവാൻ. അത് രസകരമായിരിക്കണം, പറഞ്ഞ കേട്ടോ. അതായത് എങ്ങനെ ആയിരിക്കണം? രസകരമായിരിക്കണം. ഇപ്പോൾ കൊച്ചു ക്ലാസ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കളികളാണ്. നമുക്കറിയാം കൊച്ചുങ്ങളെ പറ്റി ഷേപ്സ് പഠിപ്പിക്കാനുണ്ട് അല്ലേ, ഷേപ്പ് പഠിപ്പിക്കാനല്ലേ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് പാട്ടിട്ട് കൊടുത്താൽ അവർക്ക് തുള്ളാൻ ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2-3 ലെവലിലൂടെ ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നോക്കണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തറയിൽ ഈ പറഞ്ഞ ഷേപ്പുകൾ നമ്മൾ വരയ്ക്കണം. ഇപ്പോൾ നമ്മളിവിടെ സർക്കിൾ വരച്ചു, അല്ലെങ്കിൽ വട്ടം അല്ലെങ്കിൽ വൃത്തം വരച്ചു. ഇവിടെ നമ്മൾ ഒരു ത്രികോണം വരച്ചു. ഇവിടെ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ക്ലാസ് മുറിക്കകത്ത് വരയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ക്ലാസ് മുറിക്ക് പുറത്താണെങ്കിലും വരയ്ക്കാം. ഇവിടെ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുന്നു. ഈ 4 ഷേപ്പുകളാണ് അവർക്ക് കൊച്ചു ക്ലാസ്സിൽ മെയിനായിട്ടും പഠിക്കാനായിട്ടുള്ളത് അല്ലേ. റെക്റ്റാങ്കിൾ വരച്ചു, സ്ക്വയർ വരച്ചു, ചതുരം വരച്ചു, സമചതുരം വരച്ചു, ത്രികോണം വരച്ചു, വട്ടം അല്ലെങ്കിൽ വൃത്തം വരച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റെക്റ്റാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, ട്രയാങ്കിൾ വരച്ചു. നമ്മൾ പറയണം കുട്ടികളെ ഈ വട്ടത്തിന് പുറത്തേക്ക് നിർത്തണം. നമ്മുടെ ലക്ഷ്യം 2-3 എണ്ണം ഉണ്ട്. എന്താണ്? 1, ഗണിതത്തിലുള്ള അടിസ്ഥാനമായിട്ടുള്ള ഷേപ്പുകൾ നമ്മൾ മനസ്സിലാക്കാണ്ട് പഠിപ്പിക്കുക. 2, കുട്ടികൾ കളിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല പാട്ടുകളൊക്കെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പറയും പാട്ട് പൗസ് ആവുമല്ലോ, അല്ലെങ്കിൽ പാട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ. നമ്മൾ പാട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പാട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? പൗസ് ആക്കണം. പൗസ് ആക്കുമ്പോൾ നിങ്ങൾ ഡാൻസ് കളിക്കാൻ നിങ്ങൾ പൗസ് ആക്കുന്ന കൂട്ടി നമ്മളൊരു ഷേപ്പും പറയണം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഞാൻ നിർത്തിയിട്ട് പറഞ്ഞു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരെല്ലാം എന്ത് ചെയ്യണം? ഓടി വന്ന് റെക്റ്റാങ്കിളിനകത്ത് വന്ന് നിൽക്കണം. അപ്പോൾ ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത കുറച്ച് പിള്ളേർ കാണത്തില്ലേ, അവർ ഔട്ടാന്ന് പറഞ്ഞ് പുറത്ത് നിർത്തണം. മനസ്സിലായി? ഔട്ടാക്കണ്ട, എന്നാലും കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് ഔട്ടൊന്നും വേണ്ട. അവർക്കിങ്ങനെ ഓടി കടന്നും ചാടി കടന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടമാണ്. ചുമ്മാ ഔട്ടൊന്നും ആക്കണ്ട. അല്ലാത്തവർക്ക് ഒരു ചെറിയൊരു പോയിൻ്റ് കൊടുത്ത് ചെറിയൊരു മുട്ടായി കൊടുത്ത് കയ്യിലാക്കി വെക്കണം. വീണ്ടും ഈ പ്രവർത്തനം തുടങ്ങണം. ഇതെല്ലാം രൂപങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറയണം. വീണ്ടും പാട്ടിടണം. പൗസായി കഴിയുമ്പോൾ ഉടനെ പറയണം വട്ടം എന്ന് പറയണം. അപ്പോൾ പിള്ളേരെല്ലാം ഓടി എങ്ങോട്ട് വന്ന് കയറും? വട്ടത്തിനകത്ത് വന്ന് കയറും. അപ്പോൾ ചില കുട്ടികളൊക്കെ ഇവിടെയൊക്കെ വന്ന് നിൽക്കും അല്ലേ, ഈ ഈ പറഞ്ഞ ത്രികോണത്തിനകത്തൊക്കെ വന്ന് നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെയൊക്കെ നമ്മൾ പറയണം അതല്ല വട്ടം, ഇതാണ് വട്ടം എന്ന് പറയണം. ഇനി കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സിൽ വേണമെങ്കിൽ പറയാം 3 വശങ്ങളുള്ള രൂപം എന്ന് പറയണം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ത്രികോണത്തിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി അല്ലേ, 3 വശങ്ങളുള്ള രൂപമുണ്ട്. ഇനി 4 കോണുകളുള്ളത്. അപ്പോൾ ഏതാവും? ട്രയാങ്കിളിനകത്ത് നിൽക്കാം, റെക്റ്റാങ്കിളിനകത്ത് നിൽക്കാം, സ്ക്വയറിനകത്ത് കാണാം അല്ലേ, സമചതുരത്തിൽ നിൽക്കാം, ചതുരത്തിൽ നിൽക്കാം. അപ്പോൾ അതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ പിള്ളേർ ക്ലാസ് ചെയ്യിച്ചാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ കൊച്ചു ക്ലാസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രവർത്തനമാണ്, ഞാനിപ്പം ചുമ്മാ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, കളികൾക്കുണ്ടായിരുന്ന ഗുണങ്ങൾ അവരുടെ പ്രായത്തിനും പ്രകൃതത്തിനും അനുസരിച്ച്. LP UP തലങ്ങളിൽ കഴിയാൻ വേണ്ടി പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ വട്ടം വരയ്ക്കുക. ആദ്യം ഒരു വട്ടം ഇങ്ങനെ വരയ്ക്കുക, അതിനുശേഷം ഒരു വട്ടം ഇങ്ങനെ വരയ്ക്കുക, നടുക്കൊരു വെട്ടിടുക, അതിനുശേഷം ഒരു വട്ടം ഇങ്ങനെ വരയ്ക്കുക, അതിനുശേഷം ഇങ്ങനെ ഒരു വെട്ട് കൊടുക്കുക, അതിനുശേഷം ഒരു വട്ടം ഇങ്ങനെ വരയ്ക്കുക. നേരെ നേരെ വേണം വരച്ചു പോകാം കേട്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ വരയ്ക്കുക, നടുക്കൂടി ഇങ്ങനെ വരിക, ഇങ്ങനെ വരയ്ക്കുക. ഇതെന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ ഇതിനകത്തൊരു ചാടിപ്പോണ്ട രീതികളാണ്. ഇവിടെ ഒന്നാമത്തെ സർക്കിൾ നോക്കുവാണെങ്കിൽ, ഒന്നാമത്തെ സർക്കിൾ നോക്കാൻ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. സോ അവർക്ക് നേരെ 2 കാലും വെച്ച് പ്ലെയിനായിട്ട് ചാടാം. രണ്ടാമത്തെ സർക്കിളിനകത്തൊരു കുഴപ്പമുണ്ട്, ഒരു കാല് ഇവിടെയും ഒരു കാല് ഇവിടെയും വേണം വെക്കാൻ. അപ്പോൾ 2 കാല് ഇവിടെ വരും. ഇങ്ങനെ ഇവിടെ വരുമ്പോഴോ തിരിഞ്ഞ് ചാടിയ വെച്ച് നേരെ വെർട്ടിക്കലായിട്ട് ചാടണം അല്ലേ. ഹൊറിസോണ്ടലായിട്ട് ഇപ്പം നിൽക്കുന്ന വെച്ച് നേരെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ വേണം ചാടി നിൽക്കാൻ. അടുത്തതിനകത്ത് വരുമ്പോൾ എന്താണ്? 2 കാല് ഇവിടെ ഇവിടെയും വരണം, ഇവിടെ ഒരു കൈയും വെക്കണം കണ്ടോ. അപ്പോൾ അടുത്ത തന്നെ വെക്കണം 4 എണ്ണം ആക്കണം. അപ്പോൾ 2 കാലും 2 കൈയും
ഒരുമിച്ച് കുത്തുന്ന പ്രവർത്തനമായി. നിങ്ങളൊക്കെ ചെയ്തു നോക്കി, ഭയങ്കര വർക്കിംഗ് ആകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതുപോലെയുള്ള കളികൾ ചെയ്താൽ കണ്ടോ ഒന്ന് രസകരമാണ്, അതിനകത്തുള്ള രൂപങ്ങൾ പഠിക്കാൻ പറ്റും, കുട്ടികളുടെ ശരീരം മൊത്തം അനങ്ങും, ചിന്തിക്കും. അടുത്തത് എന്താണ് ചാടേണ്ടതെന്ന് കുട്ടികൾ ചിന്തിക്കണം അല്ലേ. ഇവിടെ ചാടി നിൽക്കുന്ന കോച്ച് ഇങ്ങോട്ട് ചാടുമ്പോൾ 2 കാല് അകത്തി വെക്കണം, തിരിച്ച് മൂന്നാമത്തേലേക്ക് വരുമ്പോൾ അകത്തി വെച്ച കാല് നേരെ തിരിഞ്ഞ് വേണം ചാടാൻ അല്ലേ. ഡയറക്ഷൻ മാറ്റണം, കണ്ടോ ഡയറക്ഷൻ പഠിക്കും. അപ്പോൾ കോൺജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഉപയോഗിക്കും. ഇതുപോലുള്ള ചിന്താശേഷിയിലൂടെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ. അടുത്തതിലേക്ക് വരുമ്പോഴോ 2 കാലും 1 കൈയും വെക്കണം അല്ലേ. അടുത്ത് വരുമ്പോൾ കൂടുതൽ ക്രിട്ടിക്കലാണ്, ചിന്തിച്ച് നല്ല രീതിക്ക് ചെയ്തിരിക്കുമ്പോൾ കിട്ടില്ലേ. ഇവിടെ 2 കാല് വരും, ഇവിടെ 2 കൈ വരും അല്ലേ. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾ ചിന്തിക്കും, അതുപോലെ തന്നെ കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വികാസം സാധ്യമാകും, അതുപോലെ തന്നെ സ്ഥൂലപേശിയിൽ നിന്ന് സൂക്ഷ്മജലത്തിലേക്ക് വരും. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ പെട്ടെന്ന് 2 പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് ഗെയിംസ് നമുക്ക് കുട്ടികളെ കൊണ്ട് ക്ലാസ് മുറിക്കകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ, അല്ലാതെ പുറത്തിറക്കണമെന്നൊന്നും ഇല്ല കളിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ് മുറിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ലളിതമായിരിക്കണം, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിരിക്കണം, എപ്പോഴും മനസ്സിലാകുന്ന പറഞ്ഞായിരിക്കണം, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതാണ്, പ്രക്രിയാബന്ധിതമായിരിക്കണം, ശിശു സൗഹൃദപരമായിരിക്കണം, പരസ്പര ബന്ധിതമായിരിക്കണം, പ്രാദേശിക വഴക്കമുള്ളതായിരിക്കണം, വൈവിധ്യവും പുതുമയും നിറഞ്ഞതായിരിക്കണം, സ്വതന്ത്രമായി ഇടപെടാൻ കഴിയുന്നതായിരിക്കണം, പ്രചോദനപരമായിരിക്കണം അല്ലെ. ഒരാൾ ചാടിക്കഴിഞ്ഞാൽ മറ്റേ ആൾ ചാടുമ്പോൾ എനിക്കും എങ്ങനെയും ചാടണം, അല്ലെങ്കിൽ അടുത്ത കളി എനിക്കും ജയിക്കണം, ഞാൻ പകുതി വരെ വന്നുള്ളല്ലോ, എനിക്കും എങ്ങനെയും ജയിക്കണം എന്നൊരു പ്രചോദനം കുട്ടികൾക്ക് കിട്ടണം. തുടർ പ്രവർത്തന സാധ്യത ഉറപ്പാക്കണം. സമഗ്ര വികാസം ഉണ്ട്, ഇതാ പറഞ്ഞത് സമഗ്ര വികാസം. ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കണം, അതായത് എല്ലാ തരത്തിലുള്ള വികാസവും നമ്മൾ ഇതിലൂടെ ഉറപ്പാക്കണം. പിന്നെ മാനവികതയിൽ ഊന്നിയതായിരിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യ പഴമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഈ കാര്യങ്ങൾ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ക്ലാസ് മുറിയിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുട്ടികളുടെ ശാരീരിക ചാലക വികാസം ഉറപ്പാക്കാൻ സാധിക്കും. എന്താണ് ശാരീരിക ചാലക വികാസം എന്ന് പറയുന്നത്? എലിസബത്ത് ബി ഹർലോക്കാണ് ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ് നടത്തിയത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള പഠനം നടത്തിയത്. കുട്ടികളുടെ ചാലക വികാസം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? സ്ഥൂലപേശിയിൽ നിന്നും സൂക്ഷ്മപേശിയിലേക്കാണ് കുട്ടികളുടെ ചാലക വികാസങ്ങൾ സാധ്യമാകുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇനിയുള്ളത് ഇതിൻ്റെ തിയറിയാണ്. അതായത് ഇതിൻ്റെ കുറച്ച് എന്താ പറയുന്നത് തത്വങ്ങളുണ്ട്. ഈ തത്വങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇന്ന് പഠിച്ച വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ഒരു പേജ് എടുത്ത് എഴുതണമെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഫിസിക്കൽ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എന്തെഴുതണം? ഫിസിക്കൽ, ഞാൻ ബോർഡ് എടുത്ത് വെച്ചില്ല കേട്ടോ, PHYSICAL ഫിസിക്കൽ എന്ന് എഴുതണം. അതിനുശേഷം എന്തെഴുതണം? ശാരീരിക ചാലക വികാസം എന്ന് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഹെഡിങ് കൊടുക്കണം. ഞാൻ മൗസ് വെച്ച് എഴുതുന്നതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്? ശാരീരിക ചാലക വികാസം ഹെഡിങ് കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതണം കണ്ടെത്തൽ നടത്തിയത്, അല്ലെങ്കിൽ പഠനം നടത്തിയത്. ആരാണ് പഠനം നടത്തിയത്? എലിസബത്ത് ബി ഹർലോക്ക്. ആളുടെ പേര് എഴുതണം, എലിസബത്ത് ബി ഹർലോക്ക് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കൊടുക്കണം. പഠനം നടത്തിയത് എലിസബത്ത് ഹർലോക്കാണ്. കൂടുതലും ചോദ്യങ്ങളുള്ളതാണ്. അതിൻ്റെ തൊട്ടുകാരെ എഴുതേണ്ടതാണ് കുട്ടികളുടെ ശാരീരിക ചാലക വികാസം നടക്കുന്നത് എങ്ങനെയാണ്? സ്ഥൂല പേശിയിൽ നിന്നും സൂക്ഷ്മ പേശിയിലേക്കാണ് കുട്ടികളുടെ ശാരീരിക ചാലക വികാസം നടക്കുന്നത് എന്ന് എഴുതി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അവിടെ നിന്നായിരിക്കും ചോദ്യങ്ങളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുള്ളതാണ് എലിസബത്ത് ബി ഹർലോക്ക്. പിന്നെ എൻ്റെ അകത്ത് പഠിക്കാനുള്ളത് ശാരീരിക തത്വങ്ങളാണ്, വികാസ തത്വങ്ങളാണ്, ശാരീരിക വികാസ തത്വങ്ങളാണ്. അതിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. ഇതിൽ പെടുന്നത് ഏത്, ശാരീരിക ചാലക വികാസ തത്വങ്ങളിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു കോൺസെപ്റ്റാണ് വിളംബിത ചാലക വികാസം. വിളംബിത എന്ന് പറഞ്ഞാൽ ഡിലേയ്ഡ് അല്ലെങ്കിൽ താമസിച്ചുള്ള ചാലക വികാസം. ചില കുട്ടികൾ 5 വയസ്സായാലും എണ്ണീറ്റ് നിൽക്കാനും നടക്കാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു അവസ്ഥ വന്നതെന്ന് ബയോളജിക്കലായിട്ട് പഠിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതിന് അവസാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ തീരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശാരീരിക ചാലക വികാസത്തെ പറ്റി ഇത്രയുമാണ് പറയാനുള്ളത്. നമുക്ക് ഈ നോട്ടിൽ എഴുതാനുള്ള കാര്യങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണ് ഫിസിക്കൽ ശാരീരിക ചാലക വികാസം പഠനം നടത്തിയത് എലിസബത്ത് ബി ഹർലോക്ക്. അപ്പോൾ ശാരീരിക ചാലക വികാസം നടക്കുന്നത് എപ്പോഴും സ്ഥൂല പേശിയിൽ നിന്നും എങ്ങോട്ടാണ്? സൂക്ഷ്മ പേശിയിലേക്കാണ്. അതായത് മനസ്സിലാകാണ്ട് എഴുതി വെക്കണം. കുട്ടികളുടെ മുഴുവനായിട്ടുള്ള എന്താണ് പ്രവർത്തനങ്ങളിൽ നിന്നും കുട്ടികൾ എങ്ങോട്ട് വരും? ചെറിയ കാര്യത്തിലേക്ക് വരും. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ എഴുതി വെക്കാം. ഒരു കളിപ്പാട്ടം കുട്ടികളുടെ മുമ്പിലോട്ട് കൊടുത്താൽ ശരീരം മുഴുവനായിട്ട് കുട്ടികളത് എടുക്കുവാൻ ശ്രമിക്കുന്നു. അതേ കൊച്ചിന് മുമ്പിൽ ഒരു 10 വയസ്സാകുമ്പോൾ ഇട്ട് കൊടുത്താൽ കൊച്ചെന്ത് ചെയ്യും? 2 വിരൽ ഉപയോഗിച്ച് ആ കാര്യം ചെയ്യും. അത് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കാം.
പിന്നെ 3 വയസ്സായാലും 4 വയസ്സായാലും 5 വയസ്സായാലും ഉള്ള കാര്യങ്ങൾ, സൂക്ഷ്മപേശി സ്ഥൂലപേശിയുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറുതായിട്ട് എഴുതിയാൽ മതി. മൊത്തം ഒന്നും എഴുതണം കേട്ടോ, അതിനൊന്നും ചോദ്യങ്ങളൊക്കെ വളരെ റെയറാണ്. പിന്നെയുള്ളത് നമ്മൾ എഴുതേണ്ടതാണ് കളികൾ ഉണ്ടായിരിക്കേണ്ട പ്രവർത്തനങ്ങൾ. ഇതിൽ നിന്ന് 5-6 പോയിന്റ് ഒബ്വിയസ്ലി അവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ശാരീരിക ചാലക വികാസവും കളികൾക്ക് പാഠ്യേതര പ്രവർത്തനത്തിലുള്ള പ്രാധാന്യം എന്തെന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സമഗ്ര വികാസം നമ്മൾ ഉറപ്പാക്കണം അല്ലേ. ശാരീരിക ചാലക വികാസത്തിൽ എന്തുറപ്പാക്കണം? നമ്മൾ സമഗ്ര വികാസം ലക്ഷ്യമാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇപ്പോൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഒരു 5-6 ആക്ടിവിറ്റീസ് പറഞ്ഞില്ലേ, അതെല്ലാം നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾക്ക് ഭാവിയിൽ ഇത് ഉപകരിക്കും കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എടുക്കാൻ ചെന്നിട്ട് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഇട്ട് കൊടുത്ത് ആരും നിങ്ങളെ കുറ്റം പറയത്തില്ല. കാരണം പിള്ളേരെല്ലാം എൻഗേജ് ആയിട്ടിരിക്കും കേട്ടോ. എവിടെ പിള്ളേർ ഡള്ളായിട്ട് തുടങ്ങുന്നു അവിടെ നമ്മളൊരു ആക്ടിവിറ്റി കൊടുത്തിട്ട് പിള്ളേർ എൻഗേജ് ആയിട്ട് നമുക്ക് പാഠ്യേതര പ്രവർത്തനത്തിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. കോൺസെൻട്രേഷനൊക്കെ ഉയർത്തേണ്ട പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വഴി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ക്ലാസ്സില്ല. മറ്റന്നാൾ എന്നാ ഉണ്ട് നമുക്കറിയാമെന്നല്ലേ. ഞായറാഴ്ച നമ്മുടെ എന്നാ ദിവസമാണ്? എക്സാം ഡേ ആണ് കേട്ടോ. ഞായറാഴ്ച 9 മണിക്ക്, എല്ലാ ഞായറാഴ്ചയും 9 മണിക്ക് എക്സാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിനായിട്ടിരുന്ന് പഠിക്കണം. ഇന്ന് വരെയുള്ള കോൺസെപ്റ്റുകൾ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത് 4 സൈക്കോളജി ക്ലാസ്സും ഒരു സയൻസിൻ്റെ ക്ലാസ്സുമാണ്. അതിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ആഴ്ചയൊക്കെ നടന്ന ക്ലാസ്സിൻ്റെ മാത്രമേ ചോദിക്കത്തുള്ളൂ കേട്ടോ, പുറത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കത്തില്ല. സോ വ്യക്തമായിട്ട് പഠിക്കണം. തുടക്കം തൊട്ട് വ്യക്തമായിട്ട് പഠിച്ചാൽ യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് പാസ്സായി പോകും കേട്ടോ. ഞാൻ മാർക്ക് പബ്ലിഷ് ചെയ്യും, ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും. ടോപ്പ് സ്കോറേഴ്സിനെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ ലിസ്റ്റ് എഴുതിയിടും. എല്ലാവരും പരീക്ഷ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. നാളെ ഏതെങ്കിലും ഗ്രൂപ്പ് മെസ്സേജ് ഇടാം. സോ നാളെ ഇരുന്ന് പഠിക്കണം. മറ്റന്നാൾ 9 മണിക്കാണ് നമുക്ക് പരീക്ഷ വരുന്നത് കേട്ടോ. സോ ആ കാര്യം പ്രത്യേകം ഓർക്കുക.